സംസ്ഥാനത്ത് പ്രായമായവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ടുള്ള വയോജന കമ്മീഷൻ നിലവിൽ വന്നു. മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുൻ രാജ്യസഭാ അംഗമായിരുന്ന എ സോമപ്രസാദ് കമ്മീഷൻ ചെയർപേഴ്സൺ ആകുമെന്നും മന്ത്രി അറിയിച്ചു. അവരുടെ ജീവിത പരിചയവും അനുഭവ സമ്പത്തും സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും അവർ മുന്നോട്ട് വയ്ക്കുന്ന നൂതനാശയങ്ങൾ പ്രയോജനപ്പെടുത്താനുമൊക്കെ കഴിയുന്ന വിധത്തിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി. ആ വയോജന കമ്മീഷൻ ആക്ടിലെ 3-ാം വകുപ്പ് 1-ാം ഉപവകുപ്പ് പ്രകാരം കമ്മീഷന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ഏൽപ്പിച്ചു കൊടുത്ത ചുമതലകൾ നിർവഹിക്കുന്നതിനുമായിട്ട് ഒരു ചെയർപേഴ്സണെയും 4 അംഗങ്ങളെയും നിയമിച്ചുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ആ കമ്മീഷൻ നിലവിൽ വരികയാണ്. കമ്മീഷൻ്റെ ചെയർമാനായി മുൻ രാജ്യസഭാ അംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലടക്കം പല മേഖലകളിലും ശ്രദ്ധേയമായ സംഭാവനകൾ സമൂഹത്തിന് നൽകിയ ശ്രീ കെ സോമപ്രസാദാണ് കമ്മീഷൻ്റെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുക. അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. അമരവിള രാമകൃഷ്ണൻ, എം രാധ, കെ നമ്പൂതിരി, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവർ വയോജന കമ്മീഷൻ അംഗങ്ങളായി പ്രവർത്തിക്കും. കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്.